വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ജെറുസലേം യേശുക്രിസ്തുവിനെ വരവേറ്റതിന്റെ ഓർമ്മയിൽ വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമായി. മനുഷ്യരെക്കാൾ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സിറോ മലബാർ സഭാധ്യക്ഷന്മാർ റാഫേൽ തട്ടിൽ ഓശാന സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യരെക്കാളും കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിൽ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ ഇതിൽ പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ മനസ്സിൽ പ്രലോഭനം തോന്നുന്നു. രക്ഷകനെ വരവേൽക്കുന്ന ഓശാന ഞായറിന്റെ സന്ദേശം പൊതുതെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കണമെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മതേതരത്വം സംരക്ഷിക്കുന്നവരെ പാർലമെന്റിലേക്ക് അയക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകുന്ന ആൾ, മുഖ്യമന്ത്രിയാകുന്ന ആൾ, ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് വരുന്ന ഭരണഘടന അവർക്ക് നൽകുന്ന അധികാരം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയായിരിക്കും. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാ ജനങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് നമ്മൾ പാർലമെൻറ്റിലേക്ക് അയക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. വിവിധയിടങ്ങളിൽ ലോക്സഭാ സ്ഥാനാർത്ഥികളും കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമായി. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്നും ദീപക് ധർമ്മടം കോഴിക്കോട് നിന്നും ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞത്? ഉന്മേഷ്, വളരെ കൃത്യമായ രാഷ്ട്രീയ സൂചനകൾ തന്നെയാണ് വർഗീസ് ചക്കാലക്കൽ 24നോട് സംസാരിക്കുമ്പോൾ ഈ ഓശാന പെരുന്നാൾ നാളിൽ വിശുദ്ധ വാരാചരണത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. അതായത് രക്ഷകനെ സ്വീകരിച്ചതാണ് ഓശാനയുടെ സന്ദേശം. അതുകൊണ്ട് രക്ഷകനെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ മെത്രാന്മാർ രാഷ്ട്രീയം അധികം പറയാറില്ല എന്നുള്ളതാണ്, എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്നു, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്നവരെ ആയിരിക്കണം പാർലമെന്റിലേക്ക് അയക്കേണ്ടത്. അതിൽ എടുത്തു പറഞ്ഞ കാര്യം മതേതരം, ജനാധിപത്യം, സോഷ്യലിസം ഇതെല്ലാം തന്നെ സംരക്ഷിക്കുന്ന ആളായിരിക്കണം പാർലമെന്റിൽ എത്തേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ അതിനൊപ്പം തന്നെ മനസ്സാക്ഷിക്കനുസരിച്ചായിരിക്കണം വോട്ട്. രക്ഷകനെ വരവേൽക്കുന്ന സന്ദേശം ഉൾക്കൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പറയുന്നു. ഇതാദ്യമായാണ് ഒരു സഭാ തലവൻ ഇത്തരത്തിൽ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് സന്ദേശം നൽകുന്നത്. ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് ബിഷപ്പാണ് അത് നൽകിയിരിക്കുന്നത്. 24നോട് ഇന്ന് ഓശാന പെരുന്നാളിന്റെ സന്ദേശം സംസാരിക്കുമ്പോഴാണ് ഗുഡ് മോർണിംഗ് വിത്ത് SKN പ്രതികരണം. ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഒന്ന്, ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള നിലയിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ, വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. അത്തരമൊരു വേളയിൽ കൃത്യമായി പറയുന്നു, ഭരണഘടനയെ ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്, അതിൽ രക്ഷകരായിരിക്കണം തെരഞ്ഞെടുക്കപ്പെടേണ്ടത്, മതേതരത്വം ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. ഉന്മേഷ്, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത്. അഖിൽ ഷാ, ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, കുരുത്തോല പ്രദക്ഷിണമൊക്കെയും നടക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ അഖിൽ ഷാ? ഉമേഷ്, നമുക്കറിയുന്നത് പോലെ തന്നെ ക്രൈസ്തവ സമൂഹമാകെ ഇന്ന് ഈ പറയുന്ന ദിനം ആചരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുകയാൽ തിരുവനന്തപുരത്തെ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലും അതുപോലെ തന്നെ സെന്റ് മേരീസ് കത്തീഡ്രലിലും ഉൾപ്പെടെയുള്ള വലിയ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരാധന കർമ്മങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ പറയുന്ന കുരുത്തോല ആശീർവാദവും അതുപോലെ കുരുത്തോല പ്രദക്ഷിണവും ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ, ഒപ്പം വിശുദ്ധ കുർബാന അടക്കമുള്ള കർമ്മങ്ങളിൽ ഈ ക്രൈസ്തവ സമൂഹവും അതുപോലെ തന്നെ വിശ്വാസികളും ഉൾപ്പെടെയുള്ളവർ അണിചേർന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയുന്നത് പോലെ യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ആ ഒരു വാരം, അതിനുള്ള ഒരു തുടക്കമായിരുന്നു ഇന്ന്. അത് വളരെ ഭക്തിസാന്ദ്രമായി തന്നെ ക്രൈസ്തവ സമൂഹം അതിന് തുടക്കമിട്ടിരിക്കുന്നു. നമുക്കറിയുന്നത് പോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ, അതായത് വ്യാഴാഴ്ച അത് പെസഹ വ്യാഴം, യേശുവിന്റെ അന്ത്യത്താഴത്തെ ഓർമ്മിക്കുന്ന പെസഹ വ്യാഴം വരുന്നു. ഒപ്പം യേശുവിനെ കുരിശിലേറ്റുന്ന ദുഃഖവെള്ളി, അതിന് പിന്നാലെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഓർമ്മിക്കുന്ന ഈസ്റ്ററോട് കൂടിയായിരിക്കും ഈ വാരാഘോഷം, ഈ വാരാചരണം അവസാനിക്കുക. അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.